അതേസമയം തന്നെ ഇതിനൊരു മറുപുറമുണ്ട്. അതായത് വളരെയധികം ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്പനികൾ ആയിട്ടുള്ള ഈ മെഷീനറി ഒക്കെ കണ്ടമാനം ഹോൾഡ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് ചില അക്കൗണ്ടിങ് പ്രാക്ടീസസ് അനുസരിച്ച് ഉള്ള ബാലൻസ് ഷീറ്റുകളൊക്കെ എടുത്തു നോക്കി കഴിയുമ്പോൾ മെഷീനറിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഡിപ്രിസിയേഷൻ മാത്രമേ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാവുള്ളൂ. അതേസമയം ചില ഹയർ എൻഡ് മെഷീനറി ഒക്കെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അതിന്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഓരോ വർഷവും കണക്ക് കൂട്ടുന്ന ഒരു 10-20% ഡിപ്രിസിയേഷൻ ഒന്നും നിൽക്കില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഇമേജിംഗ് സർവീസ് നടത്തുന്ന കമ്പനികളുടെ ഒക്കെ സ്കാനർ മെഷീൻസ്, MRI സ്കാനിങ് മെഷീൻ, ഇങ്ങനെയൊക്കെ ഉള്ളത് ഇമേജിംഗ് ടെക്നോളജി വളരെ പെട്ടെന്ന് മാറുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയുടെ ഡിപ്രിസിയേഷൻ നമ്മൾ സാധാരണ രീതിയിലുള്ള കാൽക്കുലേഷൻ കൊണ്ട് ഈ മെഷീനറി ഡിപ്രിസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 കോടി രൂപ മുതൽ മുടക്കിയിട്ട് ഒരു മെഷീനറി നമ്മൾ ഇമേജിംഗ് സർവീസ് മെഷീനറി ഒരു ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തു, 10% മാത്രമേ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ 50 ലക്ഷം രൂപയുടെ കുറവ് വരികയുള്ളൂ. അതേസമയം ചിലപ്പോൾ ടെക്നോളജി തന്നെ ഒബ്സൊല്യൂട്ട് ആയി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായേക്കാം. ചിലപ്പോൾ 3-4 കൊല്ലം മാത്രമായിരിക്കാം ചിലപ്പോൾ ആയുസ്. ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ബുക്ക് വാല്യൂമായിട്ട് കാര്യമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലേക്കൊക്കെ എത്തിപ്പോകും. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ലാബുകൾ, ഇമേജിംഗ് സർവീസ്, അവയൊക്കെയാണ് ഇത് കാര്യമായിട്ട് ബാധിക്കുക. കാരണം ഹോസ്പിറ്റൽസിനെ കാര്യമായിട്ട് ബാധിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന മിക്ക ഹോസ്പിറ്റലുകളും അവരുടെ ഡയഗ്നോസിസ് സർവീസ് സെപ്പറേറ്റ് ആയിട്ട് സ്പൺ ഓഫ് ചെയ്തിട്ട് ഒരു സബ്സിഡിയറി ആയിട്ടോ വേറൊരു കമ്പനിയായിട്ടോ മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മറ്റ് അസറ്റുകളെ വെച്ച് നോക്കുമ്പോൾ, റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ ഇമേജിംഗ് മെഷീനറീസ് ഒക്കെ വളരെ കുറവായിട്ട് മാത്രമേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബുക്ക് വാല്യൂവിന് കാര്യമായിട്ട് വലിയ മാറ്റങ്ങൾ വരാറില്ല. അടുത്തായിട്ട് നമുക്ക് ബുക്ക് വാല്യൂ എങ്ങനെയൊക്കെയാണ് ചില അക്കൗണ്ട്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയൊക്കെയാണ് കുറച്ച് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ. വലിയ കമ്പനികളൊക്കെ ഒന്നും സാധാരണ ഇത് ഈ പണിക്ക് പോകാറില്ല. പക്ഷെ ഇടത്തരം ചെറുകിട കമ്പനികളൊക്കെ ഈ വഴിക്കൊക്കെ പോകാറുണ്ട്. കാരണം അവരെല്ലാം കാത്തിരിക്കുന്നത് റീറ്റെയിലേഴ്സിനെയാണ്. സ്ക്രീനർ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന റീറ്റെയിലേഴ്സിനെയാണ്. അപ്പൊ എത്തരത്തിൽ ഈ ബുക്ക് വാല്യൂ കുറച്ചൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളത് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. വളരെ എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ, യഥാർത്ഥ ഡിപ്രിസിയേഷൻ കാണിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അതുപോലെ തന്നെ പെൻഡിങ് കേസുകൾ, ഇവയ്ക്കൊക്കെ കൊടുക്കാനുള്ള നഷ്ടപരിഹാരങ്ങൾ, ഇവയൊക്കെ കാണിക്കാതിരിക്കുക. അതായത് അപ്പൊ ലാബിലിറ്റീസ്, ബാധ്യതകൾ കുറഞ്ഞു കാണും. ചിലപ്പോൾ ഈ ഒരു കമ്പനി കോടതി വിധി വന്നിട്ടുണ്ടാകാം 10 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ ഗ്രീൻ ട്രിബ്യൂണലായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനോ ഒക്കെ ആയിട്ട്, അതൊക്കെ ചിലപ്പോൾ കാണിക്കാണ്ടിരിക്കും. അതോടുകൂടി ബാധ്യത കുറഞ്ഞു കാണും, ബുക്ക് വാല്യൂ കൂടി കാണും. വളരെ സ്വാഭാവികമായിട്ട് ചില സ്മോൾ ക്യാപ്പ് കമ്പനികളും ചില മിഡ് ക്യാപ്പ് കമ്പനികളും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കുക എന്നുള്ളത്. അതായത് ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ചെലവുകൾ അത് നമ്മുടെ കമ്പനിയുടെ ആസ്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് പ്രാക്ടീസ്. ഉദാഹരണമായിട്ട് പാർക്കിംഗ് ലോട്ടൊക്കെ, ചില വെയർ ഹൗസുകളൊക്കെ പാർക്കിംഗ് ലോട്ടൊക്കെ വാടകയ്ക്ക് എടുത്തത് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ പാർക്കിംഗ് ലോട്ടൊക്കെ നമ്മൾ ലീസിനെടുത്തതോ വാടകയ്ക്ക് എടുത്തതോ ഇതൊന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില കമ്പനികൾക്കൊക്കെ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് കൊറിയർ കമ്പനികൾക്കൊക്കെ, ഇതേപോലെ ലോജിസ്റ്റിക് കമ്പനികളുടെയൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ചും കൂടി നമ്മൾ ചുഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഫയലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈ വാടകയ്ക്ക് എടുത്തൊന്നും ലീസ് പോലും അല്ല, വെറും 6 മാസത്തെയോ 1 വർഷത്തെയോ ഒക്കെ ചില ഗ്രൗണ്ടുകളൊക്കെ വാടകയ്ക്ക് എടുത്തത് മാത്രമാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ ചെയ്യാറുണ്ട്. മറ്റു ചിലർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ തന്നെ പറ്റിക്കുന്ന രീതിയിൽ, അക്കൗണ്ടിങ് കമ്പനികളെ തന്നെ പറ്റിക്കുന്ന രീതിയിലൊക്കെ ചിലർ പറയും നമുക്ക് റിസീവബിൾസ് വളരെ കൂടുതലുണ്ട്, കുറെ വരാനുണ്ടെന്നൊക്കെ പറയും. നമ്മൾ അന്നൊരു കമ്പനിയുടെ കോൺട്രാക്ട് കിട്ടിയ കാര്യം പറഞ്ഞ പോലെ, ഭാരത് കമ്പനിയുടെ കോൺട്രാക്ട് കിട്ടിയ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ചില ചാർട്ടേഡ് അക്കൗണ്ടന്റുകളൊന്നും ഇവയ്ക്കൊന്നും പ്രൂഫുകളൊന്നും നോക്കാറില്ല, റിസീവബിൾസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇടും. അങ്ങനെ ഇട്ടതിന്റെ ഒരു കാര്യമാണ് നമ്മൾ അന്ന് എന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അതേപോലെ ചില ലയബിലിറ്റീസ് ഒക്കെ മറ്റൊരു കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലഹരണപ്പെട്ട അസറ്റുകൾ അത് എഴുതി തള്ളാതെ അവിടെ തന്നെ വെക്കുക എന്നുള്ളതാണ്. 1980-ലെ ചില മെഷീനറി ഒക്കെ ഇപ്പോഴും അവിടെ വെച്ചിട്ടുണ്ടാവും. സ്ക്രാപ്പ് വാല്യൂ ഒക്കെ വളരെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും, പക്ഷെ എങ്കിൽ പോലും അതെല്ലാം ബുക്സിന്റെ അത് കാണിച്ചിട്ടുണ്ടാവും. അതാണ് മറ്റൊരു വിദ്യ. അടുത്ത കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു അക്കൗണ്ടിങ് പ്രാക്ടീസാണ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എൻറോൺ സ്റ്റൈൽ. പണ്ട് എൻറോൺ എങ്ങനെയാണോ ചെയ്തത് ആ വിദ്യ തന്നെ വീണ്ടും നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ ചിലരൊക്കെ പയറ്റാൻ തുടങ്ങി. മറ്റൊന്നുമല്ല, ചില സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസോ അല്ലെങ്കിൽ ചില പ്രൈവറ്റ് കമ്പനികളോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ലയബിലിറ്റീസ് ഒക്കെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളത്. എൻറോൺ അതാണ് ചെയ്തത്. എൻറോൺ എല്ലാവർക്കും അറിയുമായിരിക്കും, എനർജി കമ്പനിയാണ്, പൊടിഞ്ഞ് താറുമാറായി പോയി. എന്റെയൊക്കെ സ്കൂൾ കാലങ്ങളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ബാധ്യതകളൊക്കെ ഈ ഒരു കമ്പനിയിലേക്ക് അങ്ങോട്ട് മാറ്റിവെക്കുന്നു. അതിന്റെ അർത്ഥം ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ബുക്സ് ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. പക്ഷെ അതേസമയം ഈ ബാധ്യത മുഴുവനായിട്ടും യഥാർത്ഥത്തിൽ മാറിപ്പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല.
എപ്പോഴും ലിക്വിഡൈസ് ചെയ്യേണ്ടി വരുമ്പോൾ ആ ബാധ്യതയും കൂടി ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടും. പക്ഷേ ഈ ഒരു പ്രത്യേക കമ്പനിയുടെ, ഈ പ്രൈവറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ബുക്സ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ആ ബാധ്യത അവിടെ കാണുകയുമില്ല. പിന്നെ ചില കമ്പനികൾ, പ്രത്യേകിച്ച് ഹൗസ് ഹോൾഡ് കമ്പനികളൊക്കെ, അവരൊക്കെ പലപ്പോഴും വാറണ്ടി ക്ലെയിംസ് ഒന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താറില്ല. വാറണ്ടി ക്ലെയിംസ് ഒക്കെ സാധാരണ ഒരു ബാധ്യതയായിട്ടാണ് കണക്കൂട്ടാറുള്ളത്. പക്ഷെ പലപ്പോഴും അത് ഉൾപ്പെടുത്താത്ത അനേകം പ്രാക്ടീസുകൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റിയ ഒരു കാര്യം, ലാൻഡ് അസറ്റിന്റെ ഒരു ഇൻഫ്ലേറ്റഡ് വാല്യുവേഷൻ ആണ്. അതായത് സാധാരണ രീതിയിൽ ലാൻഡ് അസറ്റിന്റെ ഒരു വാല്യൂഷനേക്കാളും വളരെ കൂടുതൽ കൂട്ടിക്കാണിക്കുക എന്നുള്ളത്. കാരണം ഇത് സാധാരണ രീതിയിൽ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഈ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഫെയർ വാല്യൂ കാൽക്കുലേഷൻ. അതായത് ചില കമ്പനികളൊക്കെ മറ്റു ചില കമ്പനികളുടെ ഷെയർസ് ഒക്കെ കുറെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് മറ്റു ചില കമ്പനികളുടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അൺലിസ്റ്റഡ് കമ്പനികളൊക്കെ ആയിരിക്കാം ചിലത്. അൺലിസ്റ്റഡ് കമ്പനികൾ സാധാരണ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണ രീതിയിൽ അതിന്റെ ഫേസ് വാല്യൂ മാത്രമേ മിക്ക അക്കൗണ്ടിങ് ഫേംസും കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. പക്ഷെ അതേസമയം അങ്ങനെ അല്ലാത്തതും കണ്ടിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ ലിസ്റ്റഡ് കമ്പനികളുടെ ഹോൾഡ് ചെയ്യുന്ന ചില കമ്പനികളൊക്കെ ഉണ്ടാകാം. ചില അക്കൗണ്ടിങ് ഫേംസ് ആ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വില നിലവാരം 52 വീക്ക് ഹൈ വെച്ചിട്ടാണ് ഇതിന്റെ ഫെയർ വാല്യൂ കാൽക്കുലേഷൻ നടത്താറുള്ളത്. അടുത്തായിട്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇങ്ങനത്തിലൊക്കെ അക്കൗണ്ടിങ് പ്രാക്ടീസ് വളരെ മോശമായിട്ട് നമ്മളെ പറ്റിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് സമയം എടുത്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഒന്ന്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതിന് മുമ്പത്തെ വർഷത്തെയും ഈ വർഷത്തെയും കൂടി നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കിയിട്ട് പെട്ടെന്നുള്ള ഒരു അസറ്റിലുള്ള വലിയൊരു വളർച്ച, പ്രത്യേകിച്ച് ഇതൊരു സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികളിൽ കാണുകയാണെങ്കിൽ അതൊരു ചെറിയൊരു അക്കൗണ്ടിങ് പ്രാക്ടീസുകളിൽ ഉള്ള ചെറിയൊരു അനോമലി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് ഫ്ലോ താഴോട്ട് വരുന്നു, അതേസമയം തന്നെ പ്രോഫിറ്റ് റൈസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ മുമ്പത്തെ 1-2 വർഷങ്ങളിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലത്തെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാലും കുറച്ച് ജാഗരൂകരാകുക. മറ്റൊന്നുള്ളത്, പെട്ടെന്നുള്ള ഒരു അക്കൗണ്ടിങ് പോളിസീസ് ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അതായത് പ്രത്യേകിച്ച് ഒരേ ഓഡിറ്റർ തന്നെ, പക്ഷേ അക്കൗണ്ടിങ് പോളിസി മാറ്റുക ഓരോ തവണ എന്നുള്ളത് അതും ഒരു ചെറിയൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ്. പിന്നെ ചില കമ്പനികൾ, പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികൾ, റിസീവബിൾസ് കിട്ടാനുള്ള പണം അവ വളരെ കൂടുതലായിട്ട് കാണിക്കുന്നത്, കഴിഞ്ഞ വർഷമുള്ളതിനേക്കാളും പെട്ടെന്നൊരു ജമ്പ്, അതേപോലെ തന്നെ ഇൻവെന്ററി അതും പെട്ടെന്നൊരു ജമ്പ്, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് കരുതുക. എല്ലാം ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല, പക്ഷെ ഇത് പലപ്പോഴും ഒരു റെഡ് ഫ്ലാഗ് ആണ്, പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികളെ. ലാർജ് ക്യാപ്പ് എന്തുകൊണ്ടാണ് ഞാനിത് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാർജ് ക്യാപ്പ് കമ്പനികളിൽ തട്ടിപ്പ് നടത്തിയതുകൊണ്ട് നടത്താൻ കഴിയുകയും ചെയ്യും. പക്ഷെ സാധാരണ രീതിയിൽ ബ്രാൻഡ് വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകൾക്ക് ബഹുഭൂരിപക്ഷവും നിൽക്കാറില്ല എന്നതാണ് സത്യം. നാലാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ബുക്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര വലിയ അസറ്റ് ടേൺ ഓവറോ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർജിൻസോ ഒക്കെ നമ്മുടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെഡ് ഫ്ലാഗ് ആയിട്ട് കരുതേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരേ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന, ആ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു അസറ്റ് ടേൺ ഓവർ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ മറ്റൊരു റേഷ്യോ ആണ് ഡെറ്റ് ടു ഇക്വിറ്റി. അത് നമ്മൾ ആ ഒരു ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റുള്ള കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് വളരെ കുഞ്ഞായിട്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ കുറച്ച് സംശയത്തോട് വീക്ഷിക്കുന്നതിൽ വലിയൊരു തെറ്റില്ല. അതുപോലെ തന്നെ ചില കമ്പനികൾ ഫ്രീക്വന്റ് ആയിട്ട് ഓഡിറ്റർ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ നമ്മുടെ ക്ലാസിക്കലായിട്ടുള്ള കുറച്ചൊരു ഫോറൻസിക് അക്കൗണ്ടിങ് ടെക്നിക്സ് ഒക്കെ സാധാരണ പറയാറുണ്ട്. പലരും കേട്ടിട്ടുണ്ടാവും ബെൻഫോർഡ് അനാലിസിസ്, ലോ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എത്രത്തോളം നല്ലതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വലിയൊരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അതൊരു സാധ്യതയൊക്കെ തന്നെയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, സമയം അധികരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സിഡിയറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ കമ്പനി ആയിട്ടുള്ള ഏതെങ്കിലും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളൊക്കെ ഉണ്ടെങ്കിൽ അവയുടെ റിപ്പോർട്ടുകളും കൂടി നമ്മൾ പാരന്റ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്ത് വായിക്കുക. കാരണം ബാധ്യതകൾ ചിലപ്പോൾ ഈ പാരന്റ് കമ്പനിയിൽ നിന്നും അതിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടാകാം. ഉദാഹരണമായിട്ടാണ് നമ്മൾ കിഫ്ബി. എന്തുകൊണ്ടാണ് കിഫ്ബിയും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ഈ പറഞ്ഞതുപോലെ ഭരണപ്രതിപക്ഷങ്ങളൊക്കെ തമ്മിൽ ഒച്ചയുമ്പോഴൊക്കെ നടക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബാധ്യതകൾ കിഫ്ബിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ആ ഒരു ബാധ്യത മാറ്റിയത് കൊണ്ട് തന്നെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയതുകൊണ്ട് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ബാധ്യതകളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഗവേണൻസിന്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയൊരു കുഴപ്പങ്ങളില്ലാണ്ട് മുമ്പോട്ട് പോയേക്കാം. പക്ഷേ പ്രൈവറ്റ് കമ്പനികളെ സംബന്ധിച്ച് ഇത് അത്ര ലളിതമല്ല. എന്തുകൊണ്ടാണ് ഗവേണൻസിന്റെ അകത്ത് ഇത് മുമ്പോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാലത്തും സ്റ്റേറ്റുകളാകട്ടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ തന്നെ ഗവേണൻസ് ആകട്ടെ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ രാജ്യത്തിന്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക് ബോൺ ഉണ്ട്. അതുകൊണ്ട് എത്രയൊക്കെ വളഞ്ഞാലും ഒടിയില്ല. പക്ഷേ കമ്പനികൾ അങ്ങനെയല്ല. അപ്പോൾ ഇതോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി ബുക്ക് വാല്യൂ എന്നുള്ള ഈ ഒരു റേഷ്യോ, ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോ, അത് വെച്ചിട്ട് എത്തരത്തിലുള്ള ഏതൊക്കെ സെക്ടറിൽപ്പെട്ട കമ്പനികളെ ആണ് നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് സ്ക്രീൻ ചെയ്ത് എടുക്കാൻ പറ്റുക എന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. തെങ്ങിനും കൗങ്ങിനും ഒരേ തളപ്പെട്ട് കയറരുതെന്നൊക്കെ പണ്ട് പഴമക്കാർ പറയുന്നത് പോലെയാണ്.
പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഈ ഒരു റേഷ്യോ എടുത്താൽ നിങ്ങൾക്ക് ദീർഘകാല നിക്ഷേപത്തിനുള്ള ഷെയറുകൾ തിരഞ്ഞെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒറ്റ റേഷ്യോ എടുത്താലൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും വളരെ വലിയ ബുക്ക് വാല്യൂ ഇരിക്കുന്നതും കറണ്ട് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞിരിക്കുന്ന ഷെയറുകളും വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് കുറെ കാലമായിട്ട് അനങ്ങാത്തതോ അല്ലെങ്കിൽ ആ ഒരു കമ്പനി തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ എത്തുന്നതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറഞ്ഞ ബുക്ക് വാല്യൂ കുറച്ച് മാനിപ്പുലേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.